അപ്പോ ജനവിധി എഴുതുകയാണ് ജനങ്ങൾ. എന്താണ് താങ്കളുടെ ഒരു വലിയ പ്രതീക്ഷ ആദ്യമേ മുതൽ ഉണ്ടായിരുന്നല്ലോ? അല്ല, ആ പ്രതീക്ഷ എപ്പോഴും കെടാതെ നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഇവിടെ ജയിക്കും. കേരളത്തിൽ തന്നെ UDFന്റെ സർക്കാർ അധികാരത്തിൽ വരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. അത് വിശദീകരിച്ച് പറയുന്നില്ല. അതൊക്കെ ബാധിക്കുമോ, ജനവിധിയെ ബാധിക്കുന്നു? അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടായ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ സമയത്ത് പറയേണ്ടത് തന്നെയാണ്. അത് ഒരിക്കലും പറയാതിരിക്കാൻ അങ്ങനെ വൈകിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ വ്യത്യാസം ഈ ഇലക്ഷനിൽ ഉണ്ടാവുന്നതിന് ഞങ്ങൾ പ്രതീക്ഷ. ജനവിരുദ്ധ വല്ല സർക്കാരായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും വല്ലാത്ത ഉറപ്പുണ്ട് ഈ സർക്കാർ മാറണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രചാരണരംഗത്ത് ഇപ്പോൾ സർക്കാരിന്റെ സംവിധാനം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സംവിധാനം ഊർജ്ജസ്വലമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത്തവണ LDFന് തന്നെയാണ് പ്രതീക്ഷ. ഒരു കാരണവശാലും UDFനോ അല്ലെങ്കിൽ മങ്കടയിൽ പോലും LDFന് പ്രതീക്ഷയുണ്ടെന്നൊക്കെ പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും വക ഉണ്ടല്ലോ. അടുത്ത 4 തീയതി വരെ എല്ലാവരും പ്രതീക്ഷയിലിരിക്കട്ടെ. അതല്ലാതെ മങ്കടയിലൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, പെരുന്തൽമണ്ണ, മങ്കട, മലപ്പുറം ജില്ലയിൽ എല്ലാ സ്ഥലത്തും. മലപ്പുറം ജില്ലയിൽ 16 സീറ്റ് കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പൊന്നാനി കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ കൊടുക്കില്ല. ഈ മീഡിയകളിലൊക്കെ സർവേ ഫലങ്ങൾ LDFനാണ് വരുന്നത്. അപ്പൊ അത് അല്ല, എല്ലാത്തിലും LDFനല്ല. അത് 12 സീറ്റ് ഇവരും ആവാം 12 സീറ്റ് ടൈറ്റ്, അല്ലെങ്കിൽ 6 സീറ്റ് ടൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു സംശയം വേണ്ട, ഈ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും തന്നെ ഞങ്ങൾ പ്രതീക്ഷ. അത്രക്കധികം ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. ഈ മലബാർ മേഖല UDFന്റെ ഒപ്പം നിന്നാലും മറ്റു മേഖലകൾ കഴിഞ്ഞ ദിവസം BJP ഒക്കെ കാശൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ LDFന്റെ ഒപ്പം BJP എല്ലാ സമയത്തൊക്കെ സമ്മാനം കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. അവര് ഈ അത്താഴം മുടക്കുക നമ്മൾ പറയുന്നില്ല, അതേ രീതിയിൽ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ പെട്ടെന്നൊന്നും വളരുന്നത് നമുക്ക് തോന്നുന്നില്ല. BJPയും രണ്ടു പക്ഷം പറയുന്നത്, BJPയും UDFും തമ്മിൽ ബന്ധമെന്ന് പറയുന്നത്, BJPയും ഇടതുപക്ഷവും തമ്മിൽ ബന്ധമെന്ന് പറയുന്നത്. ഇതിപ്പോ ജനങ്ങൾ അല്ല, അത് ഒരു സംശയമല്ലല്ലോ. CJP തന്നെയാണ്, CJP ആണ്. ഇടതുപക്ഷവുമായിട്ട് തന്നെയാണ് ഇപ്പോഴും അവർക്ക് ബന്ധമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണുന്നല്ലേ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയ വോട്ടിന്റെ 3% കുറവാണ് അസംബ്ലി ഇലക്ഷനിൽ കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ? ആ വോട്ട് മുഴുവനും അസംബ്ലിയിൽ LDFന്റെ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്തതല്ലേ. അപ്പോൾ അതുണ്ട്, അത് ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ വളരെയധികം വിശ്വാസത്തിലെടുക്കുന്നു. വോട്ടർമാരും എന്നെ വളരെയധികം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും മനസ്സിലാക്കുന്നതും. അവസാന നിമിഷങ്ങളിൽ പല തുറപ്പിച്ചീട്ടുകളും 2 പാർട്ടികളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആരോപണങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ വോട്ടർമാരെന്തെങ്കിലും വീഴുമോ? വിൽബുദ്ധരായ വോട്ടർമാർക്ക് അതൊക്കെ അറിയാം. ആർക്ക് വോട്ട് ചെയ്യണം, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും കന്നി വോട്ടർമാരെ എങ്ങനെയാണ്? ന്യൂ ജനറേഷന്റെ വോട്ട് ബഹുഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള വിശ്വാസമാണ്. അവരങ്ങനെ തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത് ലഭിക്കുന്നില്ല ഉറപ്പ് എന്താണ്? നമ്മൾ വികസനങ്ങളാണോ, എന്താണ് അതിൻ്റെ? വികസനം തന്നെയാണ് കാര്യമായിട്ടുള്ളത്. വികസനത്തിനാണ് അവർ മുൻനിർത്തുന്നത്. അത് തന്നെയാണ് അവർ മാനദണ്ഡം വെക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ മണ്ഡലങ്ങളിൽ ഇത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ബൂത്തിലും സന്ദർശിക്കും. Jam June Hypermarket, exceeding expectations.